എപ്പോഴാണ് നമുക്ക് ഈ നീതിഭംഗരാജ്യത്തിന്റെ ഗുണഫലങ്ങൾ കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ ഏത് ഗ്രഹമാണോ നീതിച്ചു നിന്ന് നീതിഭംഗ രാജയോഗം ജാതകത്തിൽ പ്രദാനം ചെയ്യുന്നത് ആ ഒരു ഗ്രഹത്തിന്റെ ദശാകാലത്തിലായിരിക്കും. ആ ഒരു ഗ്രഹത്തിന്റെ ദശാകാലത്തിന്റെ ആരംഭം കുറച്ച് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഏതാണ്ട് ദശാകാലം മധ്യം കഴിയുമ്പോൾ നമുക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ നമ്മൾ എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് നീതിഭംഗ രാജയോഗത്തിന്റെ ഗുണഫലങ്ങൾ പറയുന്നത്. ഈ എന്തൊക്കെ ഗുണങ്ങളാണ് എന്തൊക്കെ ഫലങ്ങളാണ് നീതിഭംഗ രാജയോഗം കൊണ്ട് ഒരാൾക്ക് സിദ്ധിക്കുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫലദാനം ചെയ്ത കാര്യത്തില് ഒരു ഗ്രഹം ഉച്ചം കാലത്ത് നിൽക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് നീചം ഭംഗം ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു രാജയോഗം ഉള്ളവർക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ, രാജാവിനെ പോലെ ബഹുമാനിക്കപ്പെടുക, വലിയ ഉദ്യോഗങ്ങൾ എത്തപ്പെടുക, വലിയ വലിയ പദ്ധതികൾ അലങ്കരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങളാണ് ജ്യോതിഷം പറയുന്നത്. എന്നിരുന്നാലും ഏത് ഭാവത്തിലാണോ നീചബന്ധം ചെയ്തത് ആ ഗ്രഹത്തിന്റെ കാരകത്വം എന്താണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രധാനമായിട്ടും ഫലം പറയേണ്ടത് എന്നാണ് പറയപ്പെടുന്നത്. പൊതുവിൽ പറഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നീചഭംഗ രാജയോഗങ്ങളുണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി, വിദ്യാഭ്യാസം കൊണ്ടുള്ള അഭിവൃദ്ധി, തൊഴിൽ കൊണ്ടുള്ള അഭിവൃദ്ധി, എല്ലാ മേഖലയിലും ജാതകന്റെ കർമ്മവിദ്യ സമ്പത്തും ഫലവും ധാരാളമായിട്ട് കൊണ്ടുപോകുക, ഒരുപാട് അനുയായികൾ ഉണ്ടായിത്തീരുക, കർമ്മ മേഖലയിൽ ഉന്നത സ്ഥാനത്തിൽ എത്തപ്പെടുക, നമ്മുടെ കുടുംബത്തിന്റെ നാഥനായി തീരുക, അങ്ങനെ അനേകം ഫലങ്ങൾ നീചഭംഗ രാജയോഗത്തിലുണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നീചഭംഗ രാജയോഗം എങ്ങനെയാണ് ഒരു ഗ്രഹത്തിനെ ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. നിങ്ങളുടെ ജാതകത്തിൽ നീചഭംഗ രാജയോഗം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇയാളുണ്ടെങ്കിൽ ഒരു തവണ കൂടി ഈ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇയാൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.
not reflect. You are not relaxed. Hi friends, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നീലഭംഗരാജ്യത്തെ കുറിച്ചാണ്. നീലഭംഗരാജ്യം എങ്ങനെയാണ് ഗ്രഹനിലയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് എന്നതിനെ കുറിച്ചും നീലഭംഗരാജ്യം ഗ്രഹനിലയിലുണ്ട് ജാതകത്തിലുണ്ട് എങ്കിൽ ജാതകന് ഉണ്ടായേക്കാവുന്ന ഗുണാനുഭവങ്ങൾ എന്തൊക്കെയാണ്, നീലഭംഗരാജ്യത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഗ്രഹനിലയിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ നീലഭാവത്തിൽ നിന്നാൽ അതിന്റെ ഫലദാന ശേഷി കുറയുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇത്തരത്തിൽ നീലം ഭവിച്ചു നിൽക്കുന്ന ഗ്രഹങ്ങൾ നീലഭംഗം ചെയ്തു നിന്നാൽ അതിന് വളരെയധികം ഗുണങ്ങൾ നൽകാനുള്ള കഴിവുണ്ടാകുമെന്ന് കുറിച്ച് പറയും. ഇത്തരത്തിൽ നീലം ഭവിച്ചു നിൽക്കുന്ന ഗ്രഹങ്ങൾ നീലഭംഗം ചെയ്യുമ്പോഴാണ് നീലഭംഗരാജയോഗം സംഭവിക്കുന്നത്. നീലഭംഗരാജയോഗം